Hi guys, so again welcome back. In number day 2 of learning SOC analysis, the SOC L1. So in number try ആക്കിയതിൻ്റെ second room ലാണ് അതായത് ബ്ലൂ ടീം ഇൻട്രൊഡക്ഷനിലെ സോക്ക് റോൾ ഇൻ ദ ബ്ലൂ ടീമിൽ നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് സോക്ക് റോൾ ഇൻ ദ ബ്ലൂ ടീം ഇതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോണത്. അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയണം എന്താ വെച്ചാൽ നമ്മൾ സോക്ക് L1 പറ്റിയിട്ട് എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചല്ലോ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കമ്പനി സ്ട്രക്ചർ, കമ്പനിയിൽ ആരൊക്കെയാണ് ഉണ്ടാവുക, നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, നമ്മളെ കരിയർ ലാഡേഴ്സ് എന്താണെന്ന് നോക്കിയില്ലല്ലോ. സോ നമ്മൾ എന്താണ് ബ്ലൂ ടീം, എന്തൊക്കെയാണ് സോക്ക് അനാലിസിസിലെ കമ്പനി സ്ട്രക്ചേഴ്സ്, നമ്മൾ കരിയേഴ്സ് എന്തൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം നമ്മുടെ സെക്യൂരിറ്റി ഹൈറാക്കി. അപ്പോൾ ഇതിൽ പിക്ചറിൽ കാണുന്നതാണ് നമ്മൾ സോക്ക് അനാലിസിസിലെ ഹൈറാക്കി. ഇവരൊക്കെയാണ് നമ്മുടെ ടീമിൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനീസിലെ ഹൈറാക്കി ഏതൊക്കെ പൊസിഷൻസ് കാണിക്കുന്നത്. പിന്നെ സൈബർ സെക്യൂരിറ്റി ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ സൈബർ സെക്യൂരിറ്റി പറഞ്ഞാൽ ഡിഫറെൻറ്റ് കമ്പനിയിൽ ഡിഫറെൻറ്റ് പ്രയോറിറ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ അതായത് ലോ ഫേമിലാണെങ്കിൽ അവരുടെ മെയിൻ ഗോൾ എന്താ, അവരുടെ ലീഗൽ ഡോക്യുമെൻറ്റിൻ്റെ പ്രൈവസി. അതേപോലെ ഫാക്ടറീസിലാണെങ്കിൽ എന്താ അവരുടെ മെയിൻ ഗോള്, ഇത് അവൈലബിലിറ്റി ഓഫ് പ്രൊഡക്ഷൻ ലൈന്. അതേപോലെ ഹോസ്പിറ്റലിലാണെങ്കിൽ എന്താ പേഷ്യൻസിൻ്റെ സേഫ്റ്റി. ഇതേപോലെ ഓരോ കമ്പനിക്ക് യൂണീക്ക് കാര്യങ്ങളാണ് സെക്യൂരിറ്റി അപ്രോച്ച് ഉണ്ടാവുക. അതേപോലെ അവരുടെ കമ്പനീൻ്റെ സെക്യൂരിറ്റി ടീമും സ്ട്രക്ചറും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഇതെന്താ വെച്ചാൽ ഒരു ഹൈ ലെവൽ എക്സാമ്പിളാണ്. സോ ഈ ഒരു ബേസിക്കാണ് നമ്മുടെ സ്റ്റാർട്ടേഴ്സ്. അതായത് സോക്ക് നമ്മളിപ്പോൾ ജോലി കയറുന്ന നമ്മൾ സോക്ക് L1 ഇവിടെ ആയിരിക്കും. ആൻഡ് നമ്മൾ ലാസ്റ്റ് റൂമിൽ പഠിച്ച പോലെ സോക്ക് എഞ്ചിനീയർ, GRC, PT പെൻ ടെസ്റ്റേഴ്സ്, പിന്നെ സോക്ക് മാനേജർ, ടീം ലീഡ്, പിന്നെ CSO, സിസ്കോ ആൻഡ് CEO ഇവരൊക്കെയാണ് ടീമിലുള്ളത്. സോ ഇതിലെന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റുന്ന ആരാകുമ്പോഴേ നമ്മളെ CEO, അതായത് CEO ആവാം, CFO ആവാം, അല്ലെങ്കിൽ കമ്പനി ഓണർ ആവാം. ഇവരുടെ മെയിൻ ഗോൾ എന്താ വെച്ചാൽ ഗ്ലോബൽ ബിസിനസ് ഒബ്ജക്റ്റീവിനെ അവർ ഫോക്കസ് ചെയ്യുക എന്നാണ് ഒരു മെയിൻ ഗോൾ. അതായത് അവർക്ക് ടെക്നിക്കൽ ആക്സെപ്റ്റ് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആരെ വെച്ചത്, ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസറിനെ വെച്ചത്. അതായത് കുറച്ച് ബിസിനസ് നീഡ്സും കാര്യങ്ങളൊക്കെ കമ്പനീനെ IT പ്രോഗ്രാമിനൊക്കെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നതാണ് നമ്മളെ സോക്ക് മാനേജർ, റെഡ് ടീം ലീഡ്. ഇപ്പോൾ റെഡ് ടീം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. റെഡ് ടീം എന്നാൽ ഒഫൻസീവ് സൈഡ് നോക്കുന്നത്, അതായത് പെൻ ടെസ്റ്റിങ്, എത്തിക്കൽ ഹാക്കേഴ്സ്, അതായത് ഒരു സെക്യൂരിറ്റി ഇഷ്യൂസിനൊക്കെ നോക്കുന്ന ഒഫൻസീവ് സൈഡ് നോക്കുന്നവരാണ് റെഡ് ടീം പറയുന്നത്. ആൻഡ് നമ്മളാണ് ബ്ലൂ ടീം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡിഫെൻസീവ് സൈഡ്. അതായത് ഒഫൻസീവ് അറ്റാക്ക് ചെയ്യുന്നതാണെങ്കിൽ ഡിഫെൻസ് അറ്റാക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന സൈഡ്. അതാണ് നമ്മൾ സോക്ക് അനാലിസിസ്റ്റ് വരുന്നത്. എൻജിനീയേഴ്സ്, ഇൻസിഡൻറ്റ് റെസ്പോൺസ്, നമ്മൾ ലാസ്റ്റ് റൂമിൽ കണ്ട പോലത്തെ. പിന്നെ GRCനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് അതായത് അപ്കമിങ് വീഡിയോസിൽ നിങ്ങൾ റൂം വരെ ഇരിക്കും. സോ GRC ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് കുറച്ച് പോളിസീസ് അല്ലെങ്കിൽ കംപ്ലയിൻസ് ഒക്കെ മാനേജ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് യൂറോപ്യൻ കൺട്രീസിൽ, യൂറോപ്യൻ കമ്പനി ബേസ് ചെയ്തിട്ടാണെങ്കിൽ അവിടുത്തെ ഒരു GRC റൂൾ അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് പോളിസിയും റെഗുലേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ യൂറോപ്യൻസിൻ്റെ ഡാറ്റ അതായത് അവരുടെ ഇപ്പം നമ്മളെ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യരുതെന്നുള്ള റൂളുണ്ട്. സോ അങ്ങനത്തെ നമ്മൾ കുറച്ച് റൂൾസും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നതാണ് നമ്മൾ GRC ടീംസ് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സീനിയർ റോൾ ടിപ്പിക്കലി മേക്ക് ദ കീ സൈബർ സെക്യൂരിറ്റി ഡിസിഷൻ. ഇപ്പം നമ്മൾ സൈബർ സെക്യൂരിറ്റി ഡിസിഷൻ നോക്കുന്ന ആരാണ് നമ്മൾ പറഞ്ഞത്, IT കാര്യങ്ങളൊക്കെ നോക്കുന്നത് CISO. ഇപ്പോൾ ഇവിടെ CISO അടിച്ച. പിന്നെ എന്താണ് കോമൺ നെയിം ഫോർ ദ റോൾ ലൈക്ക് എ സോക്ക് അനാലിസിസ്റ്റ് ആൻഡ് എഞ്ചിനീയർ. നമ്മൾ പറഞ്ഞ സോക്ക് അനാലിസിസ്റ്റിനും എഞ്ചിനീയേഴ്സിനും വിളിക്കുന്ന കോമൺ നെയിമാണ് എന്ത്, ബ്ലൂ ടീം. ഓക്കെ, ഇനി നമുക്ക് മീറ്റ് ദ ബ്ലൂ ടീം. ഇനി നമ്മൾ ബ്ലൂ ടീമിനെ പറ്റി നമുക്ക് നോക്കാം. ബ്ലൂ ടീം എന്നാൽ നമ്മളെ സോക്ക് അനാലിസിസ് ആയി ഡിഫെൻസീവ് സെക്യൂരിറ്റിനാണ് വിളിക്കുന്നത്. അതായത് കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അറ്റാക്ക് വരുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്ത് അതിനനുസരിച്ച് റെസ്പോണ്ട് കൊടുക്കണം. പിന്നെ നമ്മൾ കമ്പനീൻ്റെ സൈസും സെക്ടറും അനുസരിച്ച് ബ്ലൂ ടീമിന് ഹാൻഡിൽ ചെയ്യുന്ന റോൾസും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ മാറും കേട്ടോ.
നമുക്ക് എന്താ നോക്കാം, ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കോമൺ ബ്ലൂ ടീം ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അത് ആരുണ്ടാവും, നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസിക് തുടങ്ങുകയാണെങ്കിൽ L1 അനാലിസിസ്റ്റ് ഉണ്ടാവും, പിന്നെ L2 അനാലിസിസ്റ്റ് ഉണ്ടാവും. അതായത് L1 എസ്കുലേറ്റ് ചെയ്യുന്ന സ്ഥലം. പിന്നെ സോക്ക് എഞ്ചിനീയർ ഉണ്ടാവും, നമ്മുടെ ടൂൾസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന. ആൻഡ് സോക്ക് മാനേജർ, നമ്മളൊക്കെ മാനേജ് ചെയ്യുന്നത്, നമ്മൾ ആരെ ടീമിൽ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു സോക്ക് ടീമിന് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റോൾ എന്താ, നമ്മൾ 24/7 നമ്മൾ മാനേജ് ചെയ്യണം. ഡിറ്റക്ഷൻ റൂൾസ് നമ്മൾ ഉണ്ടാക്കണം. അതേപോലെ സെക്യൂരിറ്റി അലേർട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ലോഗ് മോണിറ്റർ ചെയ്യണം, കളക്ട് ചെയ്യണം. നമ്മൾ IT ടീമായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യണം. ആൻഡ് നമ്മളാണ് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സമ്മറി റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത്, സോക്ക് ടീം. ഓക്കെ, അപ്പോൾ L1 അനാലിസിസ് ഉദ്ദേശിക്കുന്നത് ജൂനിയർ മെമ്പർ ഹു ട്രിഗേഴ്സ് അലേർട്ട് ആൻഡ് പാസ് ദ കോംപ്ലക്സ് കേസ് ടു L2. അതായത് നമ്മൾ നേരത്തെ റൂമിൽ ചെയ്ത പോലെ ജൂനിയർ മെമ്പർ, അതായത് നമ്മളാണ് ആ ഒരു ടൂൾസൊക്കെ അല്ലെങ്കിൽ ലോഗൊക്കെ നോക്കി വൾണറബിലിറ്റി ഉള്ള IP അഡ്രസ്സ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അലേർട്ട് കണ്ടുപിടിച്ചിട്ട് L2 പാസ് ചെയ്യേണ്ടത്. ആൻഡ് L2 അനാലിസിസ്റ്റ് ആണ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ അറ്റാക്കിനെ പറ്റിയിട്ട് നോക്കുന്നത്. അവർ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ളത്, L1 കഴിഞ്ഞിട്ടാണ് L2 ഓബ്വിയസ്ലി വരിക. അപ്പോൾ അവരാണ് ആ അറ്റാക്കിനെ പറ്റി മോർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. പിന്നെ എൻജിനീയേഴ്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ടൂൾസ് എക്സ്പേർട്ടാണ് അവർ. അതായത് കുറേ ടൂൾസ് ഉണ്ട്, EDR, SIM, അങ്ങനത്തെ ടൂൾസ് എക്സ്പേർട്ടാണ് സോക്ക് എൻജിനീയേഴ്സ്. ആൻഡ് സോക്ക് മാനേജർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫുൾ മാനേജ് ചെയ്യുന്ന, നമ്മുടെ സോക്ക് ടീമിനെ ഫുൾ മാനേജ് ചെയ്യുന്ന ആൾ. ഇനി നമുക്ക് സൈബർ ഇൻസിഡൻറ്റ് റെസ്പോൺസ് ടീം, CIRT, അതെന്താണെന്ന് നോക്കാം. സോ CIRT ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു അതായത് സോക്ക് എക്സ്പെർട്ടൈസ് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് അവർ പോരാ, അതായത് നമുക്ക് ചില അറ്റാക്കും നമ്മളെ കൊണ്ട് പറ്റത്തില്ല തോന്നിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ. അതായത് നമ്മൾ ഇൻസിഡൻറ്റ് നമ്മൾ കൺട്രോളിന് പോവുകയാണ്, നമുക്ക് അർജൻറ്റായിട്ട് ഫയർ ഫൈറ്റേഴ്സിനെ വിളിക്കുന്നില്ലേ, നമ്മൾ സോക്ക് ടീമിൽ വിളിക്കുന്ന ഫയർ ഫൈറ്റേഴ്സാണ് സൈബർ ഇൻസിഡൻറ്റ് റെസ്പോൺസ് ടീം, അല്ലെങ്കിൽ CERT എന്ന് വിളിക്കും. സോ ഈ മെമ്പേഴ്സാണ്, അവർക്ക് ഭയങ്കര നോളേജ് ആയിരിക്കും ഈ ഇങ്ങനത്തെ സൈബർ ത്രെട്ടൻസിനും ഹാൻഡിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. വിത്തൗട്ട് ഈ ടൂൾസ് ഇല്ലാതെ തന്നെ അവർക്ക് ഹാൻഡിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് CIRT ഈ ഒരു ജോബ് തന്നെ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്, അതേപോലെ തന്നെ എന്താണ് റെസ്പോൺസിബിളാണ്. ബട്ട് അവർക്ക് ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം വന്നാൽ മതി. അതിനനുസരിച്ച് അവർക്ക് എന്ത് കിട്ടും, റിവാർഡിങ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ CIRTൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇത്. ജപ്പാൻ CIRT ആണ്. ആൻഡ് അങ്ങനത്തെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള CIRT ടീംസാണിത്. നമ്മൾ ഇവരെയാണ് കോൾ ചെയ്യുക ഇനി അർജൻറ്റ് സിറ്റുവേഷനിൽ. ഇത് AWS CIRT, AWS കസ്റ്റമേഴ്സിനെ നോക്കുന്നത്. ഇനി സ്പെഷ്യലൈസ്ഡ് ഡിഫെൻസീവ് റൂൾ. ഇനി നമുക്ക് ഡിഫെൻസീവ് റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ബ്ലൂ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാരായിരിക്കാണ്. ഇപ്പോൾ ലാർജ് കമ്പനി ഉണ്ടാവും, അതായത് ടെക്നോളജി ഫോക്കസ്ഡ് ഓൺ സ്റ്റാർട്ടപ്സ് ഉണ്ടാവും, പിന്നെ ഗവൺമെൻറ് ഉണ്ടാവും. ഇവർക്കൊക്കെ ഒരു സ്പെഷ്യലൈസ്ഡ് ബ്ലൂ ടീം റോൾ ഉണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ വാല്യൂ അനുസരിച്ചാണ് ഉണ്ടാവുക. ഇപ്പോൾ ഡിജിറ്റൽ ഫോറൻസിക് അനാലിസിസ്റ്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം, ഫോറൻസിക് ഉദ്ദേശിക്കുന്നത് എന്താ, ഹിഡൻ ആയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവർ. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ഹിഡൻ ആയുള്ള ത്രെഡ്സൊക്കെ കണ്ടുപിടിക്കുക, എവിടെ നിന്നൊക്കെ ഡിസ്കിന്ന് മെമ്മറി എന്നൊക്കെ കണ്ടുപിടിക്കുക. പിന്നെ ത്രെഡ് ഇൻ്റലിജൻസ് അനാലിസിസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ത്രെഡ് ഗ്രൂപ്പ്സ് ഡാറ്റാസൊക്കെ നമ്മൾ ഗ്യാദർ ചെയ്ത് അതിനനുസരിച്ച് നോക്കുന്നത്. പിന്നെ ആപ്സെക് എഞ്ചിനീയർ എന്താ വെച്ചാൽ അവരാണ് സെക്യൂർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നവർ. ആൻഡ് AI റിസർച്ചറാണ് സ്റ്റഡി AI ത്രെട്ടൻ ആൻഡ് എങ്ങനെയാണ് ഡിഫെൻഡ് അഗെയിൻസ്റ്റ് എന്നൊക്കെ പഠിക്കുന്നത്. സോ ഇത് ജസ്റ്റ് അവരെ പറ്റിയുള്ളൊരു അവരുടെ ജോബ് റോൾ എന്താണെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഡസ് ബ്ലൂ ടീം ഫോക്കസ് ഓൺ ഡിഫെൻസീവ് ഓർ ഒഫെൻസീവ്? നമ്മുടെ ബ്ലൂ ടീം ഏതാ, ഡിഫെൻസീവ് ആണോ ഒഫെൻസീവ് ആണോ പറയുന്നത്? ഒഫെൻസീവ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം PT, പെൻ ടെസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ. നമ്മൾ ഡിഫെൻസീവ്, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ അത് കൊടുക്കാം. ആൻഡ് വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ആക്റ്റീവ് ഓർ അർജൻറ്റ് സൈബർ ഇൻസിഡൻറ്റ്? നമ്മൾ പറഞ്ഞു പെട്ടെന്നൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഏത് ടീമാരെ ഹാൻഡിൽ ചെയ്യുക? നമ്മൾ ഫയർ ഫൈറ്റേഴ്സായ CIRTനാണ് കോൾ ചെയ്യുക. ഇനി നമുക്ക് അഡ്വാൻസിങ് സോക്ക് കരിയർ അത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സോക്ക് കരിയറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മൾ L1 ആരാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക, അവരാണ് നമുക്ക് കുറച്ചും കൂടി ഒരു സ്റ്റെപ്പിംഗ് ഇൻ ടു ദ സൈബർ വേൾഡ് പറയുന്നത്. ആൻഡ് L1 ആണ് നമ്മൾ എൻട്രി ലെവൽ ജോബ്, അവരാണ് നമ്മൾ റിയാക്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മളെ പണി. ആൻഡ് നമ്മൾക്ക് എന്താ
നമുക്കെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് സോക്ക് ലേണിംഗ് സ്കില്ല് വേണം, പ്രൊആക്റ്റീവ് ആയിരിക്കണം, നമ്മൾ CTF ഒക്കെ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാം ഇന്റേണൽ SOC വേഴ്സസ് MSSP. MSSP ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മാനേജ്ഡ് സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡർ. അവിടെ ഉണ്ട്. സോ എന്താ വെച്ചാൽ എല്ലാ ഓർഗനൈസേഷനിലും എക്സ്പെർട്ടൈസുള്ള സോക്ക് ഉണ്ടാവത്തില്ല. പക്ഷെ MSSP ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ കമ്പനീസ് കൊണ്ടുവരുന്നത് സർവീസാണ്. പഠിച്ചേ അത് MSSP ആണ്. അവർ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര ഹൈ പ്രഷറാണ്. അതായത് പക്ഷേ നല്ലൊരു ഓപ്ഷനുമാണ് സ്റ്റാർട്ടപ്പ് കരിയറിന് വേണ്ടിയിട്ട്. ബട്ട് ഭയങ്കര പ്രഷറായിരിക്കും പറയുന്നത്. അതേപോലെ ഡിഫറൻസ് കാണാം. നമ്മൾ സോക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സോക്ക് ടീമിൽ പറയുമ്പോൾ ബാങ്ക്, പ്രൊട്ടക്ട് ദ ബാങ്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുക. MSSP ആണെങ്കിൽ ഗ്ലോബൽ MSSP 60 കസ്റ്റമർ ഇൻ യൂറോപ്പ്. ഒറ്റയടിക്ക് അത്രയും ലാർജ് വർക്കിംഗ് കമ്മിറ്റ്മെൻ്റ് ആണ് ഉണ്ടാവുക. നമ്മൾ വർക്കിംഗ് പേസ് എങ്ങനെയായിരിക്കും? നമുക്ക് യൂഷ്വലി ഷിഫ്റ്റ് ഉണ്ടാവും, പ്രത്യേകിച്ച് പ്രഷേഴ്സ് കുറവായിരിക്കും എന്നാണ് പറയുന്നത് കമ്പയർഡ് ടു MSSP. ഇത് പറയുന്നത് അർജൻറ്റായിട്ട് പെട്ടെന്ന് നമ്മൾ അലേർട്ട് അനലൈസ് ചെയ്ത് ഒരു പ്രഷറായിരിക്കും എന്ന് പറയുന്നത്. ആൻഡ് സെക്യൂരിറ്റി ടൂൾസ്, നമുക്ക് കുറച്ച് ടൂൾസ് ഉണ്ട്, ബട്ട് നമുക്ക് അതിൽ കുറച്ച് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ 60 ഡൈവേഴ്സിറ്റി, അതായത് 60ഓളം ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ടൂൾസും പ്ലാറ്റ്ഫോമിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻസിഡൻറ്റ് പ്രാക്ടീസ് നോക്കുമ്പോൾ നമ്മളത് കണ്ട് നമ്മളത് പഠിച്ച് 2 മേജർ അറ്റാക്ക് നടന്നു, അല്ലെ ഫ്രം ലാസ്റ്റ് ഇയർ നമ്മൾ അങ്ങനെയൊക്കെയാണ് പഠിച്ചു പോകുന്നത്. പക്ഷേ ലൈക്ക് അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ ഇവർക്ക് എന്താ വെച്ചാൽ എവറി വീക്ക് നമുക്ക് പുതിയ അറ്റാക്കും ബ്രീച്ചസും കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് MSSPയും സോക്കും വ്യത്യാസം. ഇപ്പം നിങ്ങൾ സോക്ക് അനാലിസിസ്റ്റ് ആണ്, നമ്മൾ L1 ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ പോകേണ്ടത്? ഗോ ടു L2. അതാണ് ഇവിടെ പറയുന്നത്. നമ്മളെന്താ സെം അലേർട്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണം, കാര്യങ്ങൾ നമ്മൾ സൈബർ അറ്റാക്ക് ഹാൻഡിൽ ചെയ്യണം, അങ്ങനത്തെ ഒരു റോളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ 4th ടാസ്ക് ക്വസ്റ്റ്യൻസ് എന്താ നോക്കാം. ഹൗ വുഡ് യു കോൾ എ സൈബർ സെക്യൂരിറ്റി കമ്പനി പ്രൊവൈഡിങ് സോക്ക് സർവീസ്? സോക്ക് സർവീസ് കൊടുക്കുന്ന കമ്പനി, സൈബർ സെക്യൂരിറ്റി കമ്പനി പ്രൊവൈഡിങ് സോക്ക് സർവീസ് കൊടുക്കുന്നവരെന്താ വിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കമ്പനീസ് ഉണ്ടാവില്ല, അപ്പോൾ വിളിക്കുന്നതാണ് MSSP. വിച്ച് റോൾ നാച്ചുറലി കണ്ടിന്യൂസ്? അത് നമ്മൾ L1 കഴിഞ്ഞ് നമ്മൾ നേരെ എവിടേക്ക് പോകും? നമ്മൾ പറഞ്ഞു L2ലേക്ക് പോവും. സോ അതാണ് ഇവിടെ കൊടുക്കുക. L1 കഴിഞ്ഞ് നേരെ നമ്മൾ L2 അനാലിസിസ്റ്റായി മാറും. ഇനി അടുത്ത ഫൈനൽ ചാലഞ്ച്. നമുക്കൊരു സൈറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ പറയുന്നത് വെച്ചാൽ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് ജോബ് റോൾ ഉണ്ട്, ഇവിടെ പേഴ്സൺസ് ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ജോബ് റോൾ അനുസരിച്ച് ആളെ പ്ലേസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ജോബ് റോൾ ഉണ്ട്, നമുക്ക് കുറച്ച് പേഴ്സൺസ് ഉണ്ട്. ഇവിടെ ടോട്ടൽ 6 പേരുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താ? സിം ക്രിയേറ്റഡ് ആൻഡ് അലേർട്ട്. സെം കുറേ പ്രൊണൗൺസിയേഷൻ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, സിം ക്രിയേറ്റഡ് ആൻഡ് അലേർട്ട് അബൌട്ട് FWNY01 ആൻഡ് ഫയർവാൾ ബ്രൂട്ട് ഫോഴ്സ്. അപ്പോൾ ഈ ഒരു ട്രിഗേജ് ആരാണ്? ഹൂ ഷുഡ് ട്രിഗേജ് ദ അലേർട്ട്? ഈ അലേർട്ട് ആരാണ് നോക്കുക എന്നാണ് പറയുന്നത്. അതായത് ഫയർവാളിൽ ഇങ്ങനെ അലേർട്ട് ഉണ്ടായി ആരാണ് നോക്കുക എന്ന് പറയുന്നത്. ആൻഡ് ഐ വിൽ ഗിവ് യു ടൈം ടു ഗെസ്. നിങ്ങൾക്ക് ഗെസ് ആക്കാം. സോ ഐ വിൽ പ്രിഫർ ഹിയർ L1. നമുക്ക് നോക്കാം റെഡി ആണോ അല്ലേന്ന്. ആൻഡ് സെക്കൻഡ് എന്താ? HR മാനേജർ അന്നയ്ക്ക് ഫിഷിംഗ് മാൽവെയർ ലോഞ്ച് ചെയ്തു. അപ്പോൾ ഈ ഡീപ്പ് അനാലിസിസ് ഇവിടെ നടത്തണം എന്നാണ് പറയുന്നത്. അപ്പം L1 നമ്മളൊരു ബേസിക് അനാലിസിസ് നടത്തിയാൽ ഡീപ്പ് അനാലിസിസ് ആര് നടത്തണം? സൂസൻ, അതായത് L2 നടത്തണം എന്നാണ് പറയുന്നത്. ഇനി ഈ ഫ്രാൻസിലുള്ള ഓഫീസിന് എന്ത് പറ്റി? സം ഹിൻഡിൻ്റെ റാംസം വെയറിലൊരു പ്രശ്നം കണ്ടു പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ക്വിക്ക് റെസ്പോൺസ് വേണം. അവിടെ പറയുന്നത് ക്വിക്ക് റെസ്പോൺസ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ CRTനെ കൊടുക്കാം. ഇനി നമ്മൾ സെർവർ സ്റ്റോർ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് റിക്വയർ PCIDS. നമ്മൾ PCIDS നമ്മൾ പഠിച്ചില്ലായിരുന്നോ? നോക്കുന്നതാണ് നമ്മളെ GRC ഓഡിറ്റർ. അപ്പോൾ GRC ആണ് അവിടെ പഠിക്കുക. എന്താ പറയുന്നത്? ഹൂ ക്യാൻ ചെക്ക് ദ ന്യൂ വേർഷൻ ഓഫ് ദ TryHackMe.thm ഫോർ വൾണറബിലിറ്റീസ്. നമ്മൾ ഈ പുതിയ വൾണറബിലിറ്റീസിൻ്റെ ചെക്ക് ചെയ്യുന്ന ആരാണ്? ഇവിടെ ഇനി ബാക്കി ആരാളെ? പെൻ ടെസ്റ്റർ ഉണ്ട്. നമുക്ക് പെൻ ടെസ്റ്ററെ കൊടുക്കാം. ഈ സെം ഈസ് അൺഅവൈലബിൾ ഡ്യൂ ടു സ്റ്റോറേജ്. നമ്മൾ സ്റ്റോറേജ് ഇതൊക്കെ ഇതാ നമ്മൾ ടൂൾസാണ്. ടൂൾസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആരാ? നമ്മൾ സോക്ക് എഞ്ചിനീയർ. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനുള്ളൂ.
ദെൻ ഇത് ലാസ്റ്റ് നമ്മൾ കിടക്കുന്നെന്താ ഒരു ത്രെഡ് ഉണ്ടായിരിക്കുന്നത് നമ്മളെ കമ്പനി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാരാണ് അനലൈസ് ചെയ്യുക? ത്രെഡ് റിസർച്ചർ. ഓക്കെ, ഗസ് വി ഗോട്ട് ഇറ്റ്. നമ്മളെന്താ നമ്മളെ ഫ്ലാഗ് കോപ്പി ചെയ്തു, ഇത് ക്ലോസ് ആക്കാം, ഇത് പേസ്റ്റ് ചെയ്യാം ആൻഡ് ചെക്ക്. യെസ്, അങ്ങനെ നമ്മൾ ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക് എത്തി. നമ്മൾ നന്നായിട്ട് ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് റൂം ഇതാണ്. നെക്സ്റ്റ് റൂം പറയുന്നത് നമ്മൾ പറഞ്ഞ ഹ്യൂമൻസ് ആൻഡ് അറ്റാക്ക് വെക്ടേഴ്സും സിസ്റ്റമാണ്. സോ ഈ 2 റൂം ചെയ്യണമെങ്കിൽ നമുക്ക് പ്രീമിയം വേണം. സോ ഇഫ് യു ഗൈസ് ഡോണ്ട് ഹാവ് പ്രീമിയം അക്കൗണ്ട്, ഡോണ്ട് വറി, ഐ വിൽ ഷോ യു ദ വീഡിയോ. ഞാൻ അതിനെ പറ്റി വീഡിയോ ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഡേ. സോ സീ യു ടുമാറോ ആൻഡ് ഗൈസ് ബൈ. ഇവിടെ മറന്നു, നമ്മളിവിടെ ചെക്ക് കൊടുക്കുക. അപ്പം ബൈ ഗൈസ്, സീ യു ടുമാറോ.